സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച താൽക്കാലിക വിസി നിയമനവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായി ഡോക്ടർ സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും ചാൻസലർ വീണ്ടും നിയമിച്ചു. സർക്കാർ നൽകിയ വിദഗ്ധരുടെ പാനലിലെ പൂർണ്ണമായും തള്ളി നിയമപരമല്ലാത്ത നിയമനം റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി കെ ശിവപ്രസാദിനെയുമാണ് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വീണ്ടും നിയമിച്ചത്. താൽക്കാലിക വിസി നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം എന്ന സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനം കൂടിയാണ് ചാൻസലറുടെ നടപടി. സിസ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനം 6 മാസം വരെയോ അല്ലെങ്കിൽ സ്ഥിരം വിസിയെ നിയമിക്കുന്നതുവരെയായിരിക്കുമെന്നാണ് രാജ്ഭവൻ ഇറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സർക്കാർ ഡോക്ടർ MK ജയരാജ്, രാജശ്രീ, KP സുധീർ എന്നിവരുടെ പാനലാണ് നൽകിയത്. സാങ്കേതിക സർവകലാശാലയിലേക്ക് പ്രൊഫസർ പ്രവീൺ, ഡോക്ടർ ജയപ്രകാശ്, R സജീബ് എന്നിവരുടെ പാനലാണ് നൽകിയത്. UGC മാനദണ്ഡമനുസരിച്ചുള്ള സർക്കാരിന്റെ പാനൽ തള്ളിയാണ് ചാൻസലറുടെ നിയമനം. സർക്കാർ നൽകിയ പാനലിൽ നിന്ന് വേണം താൽക്കാലിക വിസി നിയമനം നടത്തേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യവും പൂർണ്ണമായും അവഗണിച്ചാണ് ചാൻസലർ നടപടി സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമായ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തയച്ചത്. സുപ്രീം കോടതി വിധി വന്ന ശേഷവും അതിന്റെ അന്തസ്സത്തയ്ക്കെതിരായ നടപടിയാണ് ഗവർണറിൽ നിന്ന് ഉണ്ടായതെന്നും കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സർവകലാശാലകളുടെ പ്രശ്നപരിഹാരത്തിനായുള്ള സർക്കാർ ഇടപെടലിനും ഗവർണറുടെ നടപടി തിരിച്ചടിയായി. ഇനി നിയമനം റദ്ദാക്കിയ ശേഷം ചർച്ചകൾ മതി എന്ന നിലപാടിലാണ് സർക്കാർ. ഒപ്പം തന്നെ സുപ്രീം കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.